അനാഥരുടെ നഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം ഞങ്ങൾക്ക് 10-32 കുട്ടികള് ബിടെക് ബികോം പോളിടെക്നിക് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവര് അനാഥരാണ് ഞങ്ങളുടെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന നഴ്സറിയാണ്. അവര് തന്നെയാണ് നടത്തുന്നത്. ഇവിടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്കൊക്കെ 400 രൂപയുടെ മലേഷ്യൻ ഗ്രീൻ നല്ല ഒറിജിനൽ ഹൈബ്രിഡ് തെങ്ങും തൈ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇത്രയും നിങ്ങൾ ആലോചിക്കും, ഇത്രയും വലിയൊരു തൈയായിട്ട് ഒരു 150 രൂപയ്ക്ക് തരണം. വേറെ എവിടെ ഏത് നഴ്സറിയിലും നിങ്ങൾക്ക് ഇത് കിട്ടില്ല. അതായത് കണ്ടില്ലേ, കടവണ്ണം തന്നെ കണ്ടില്ലേ, ഇത്രയും ഇതില് കടവണ്ണമുള്ള ഒരു തെങ്ങ് 150 രൂപയ്ക്ക് ഏത് നഴ്സറിയിലാണ് നിങ്ങൾക്ക്. വിയറ്റ്നാം സൂപ്പർ ലാർലിയുടെ ചക്കന ഉണ്ടായി കിടക്കുന്ന ഒരു പ്ലാവാണ് ഇത്. മൊത്തം ഇവിടെയും മൊത്തം ഇത് നമ്മുടെ ഓൾ സീസൺ പോലെയാണ്. ചക്ക ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. എല്ലാത്തിലും ചക്കയായിട്ട് എല്ലാത്തിലും ഇവിടെ ഇരിക്കണതെല്ലാം വിയറ്റ്നാം സൂപ്പർ ലാർലിയാണ്. വിയറ്റ്നാം സൂപ്പർ ഇവിടെ ചക്ക ഉണ്ടാകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഞാൻ ചെയ്യുന്നുള്ളത് എറണാകുളം തൃശ്ശൂർ ബോർഡറിലുള്ള പൊങ്ങെന്ന് പറഞ്ഞ സ്ഥലത്ത് ഗ്രേസ് ഗാർഡനിലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടൊരു കാര്യമുണ്ട്. ഇതാ അനാഥരുടെ നഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണ് നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിക്കാം. ഇവിടുത്തെ ചേട്ടൻ ഇവിടെ ഉണ്ട്. അപ്പൊ നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് ഉർമീസ്, ഞങ്ങളുടെ നഴ്സറിയുടെ പേര് ഗ്രേസ് ഗാർഡൻ. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അനാഥരുടെ നഴ്സറി. അപ്പൊ അതെന്താണ് കാര്യം? കാര്യം ഞങ്ങൾക്ക് 10-32 കുട്ടികള് ബിടെക് ബികോം പോളിടെക്നിക് ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവര് അനാഥരാണ് ഞങ്ങളുടെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നടത്തുന്ന നഴ്സറിയാണ്. അവര് തന്നെയാണ് നടത്തണേ. ഞാൻ അവർക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഒരു ചാരിറ്റിയും കൂടിയാണ് അപ്പൊ ഇവിടെ ചെയ്യുന്നത്, നഴ്സറിയുടെ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന വെറൈറ്റികൾ ഏതാണ്? മെയിൻ നമുക്ക് തെങ്ങ്, പ്ലാവ്, മാവ്, ജാതി അങ്ങനത്തെ ഫലവൃക്ഷങ്ങളാണ്. മുമ്പ് നമ്മുടെ അടുത്ത് എക്സോട്ടിക്കൽ ഫ്രൂട്ട്സ് ഒരു 10,000-2000 തരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളത് കുറച്ചു. കാരണം നമുക്ക് ഗുജറാത്തിലേക്ക്, പൂന, ഡൽഹി, കൽക്കട്ടയൊക്കെ 4000-5000 ഒക്കെ വലിയ ബൾക്ക് ഓർഡറുകൾ പോകുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇവിടെ പ്രൊഡക്ഷൻ കുറച്ചു. നമുക്ക് ഗോവിന്ദാപുരത്താണ് പ്രൊഡക്ഷൻ കൂടുതൽ. അതിന്റെ കാരണം എന്താ വെച്ചാൽ അവിടെ ചകിരിച്ചോറിന് 700 സ്ക്വയർ ഫീറ്റിന്റെ വലിയ ട്രക്കിന് 12,000 രൂപയുള്ളൂ. അത് ഇവിടെ വരുമ്പോ അതിന് 38,000 രൂപയാണ്. ഭയങ്കര വ്യത്യാസം വരും. പ്രൊഡക്ഷൻ കുറച്ച്. പിന്നെ ഇവിടെ ലേബർ ചാർജ് 900 രൂപയാണ്. 200 രൂപയുള്ളൂ. 200 രൂപ അവിടെ ലേബർ ചാർജ്. ലാഭം അവിടെ ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ പാക്ക് ചെയ്യണമെങ്കിൽ ഒരു തെങ്ങ് പാക്ക് ചെയ്യാൻ 10 രൂപയാണ്. ആ സ്ഥാനത്ത് അവിടെ 1.5 രൂപയുള്ളൂ. 1.5 രൂപയുള്ള ഒരു തെങ്ങ് പാക്ക് ചെയ്യാൻ. എന്തുകൊണ്ട് അവിടെ ചെയ്യുന്നതാണ് പ്രൊഡക്ഷൻ. പിന്നെ ഞങ്ങൾക്ക് ബൾക്ക് ഓർഡറുകളാണല്ലോ. അപ്പൊ അവിടെ നിന്ന് തന്നെ നേരെ കയറ്റി വിടും. പ്രൊഡക്റ്റ് അവിടെ നിന്ന് കയറ്റി വിടും. അങ്ങനെയാണ്. വേറെ ഞാൻ ചോട്ടെ, ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇവിടെ വരുന്നവർക്ക് ചേട്ടൻ എന്തെങ്കിലും ഉണ്ട്? ഞങ്ങളിവിടെ ഈ വീഡിയോ കണ്ടു വരുന്നവർക്കൊക്കെ 400 രൂപയുടെ മലേഷ്യൻ ഗ്രീൻ നല്ല ഒറിജിനൽ ഹൈബ്രിഡ് തെങ്ങും തൈ ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട് മലേഷ്യന്റെ തെങ്ങും തൈ ഫ്രീ ആയിട്ട്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കാണോ അതോ ജസ്റ്റ് വരുന്നവർക്കോ? ജസ്റ്റ് വരുന്നവർക്ക്. വന്ന സാധനം മേടിച്ചാലേ തരുള്ളൂ എന്നൊന്നുമില്ല. വീഡിയോ കണ്ട് വന്നവര് ആണെങ്കില് വീഡിയോ കണ്ട് നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞു ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ തെങ്ങ് ഫ്രീ. 400 രൂപയുടെ മലേഷ്യൻ തെങ്ങ് ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോ ഇപ്പൊ ഒരു 10,000 പേര് കണ്ടിട്ട് 1000 പേര് വന്നാലോ? 1000 പേരല്ല, 10,000 പേര് വന്നാൽ 10,000 പേർക്കും കൊടുക്കും. അത്രയും തെങ്ങൂടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും 400 രൂപയുടെ തെങ്ങ് ഫ്രീ ആയിട്ടാണ് കിട്ടണം. നിങ്ങൾ ഒന്നും പർച്ചേസ് ചെയ്യുക ഒന്നും വേണ്ട. ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആള് നമുക്ക് 400 രൂപയുടെ ഒരു തെങ്ങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഇപ്പൊ നമ്മുടെ ഇവിടെ വിലയും എല്ലാത്തിനും പകുതി വിലയുള്ളൂ. ഈ യുജീനിയ ക്രിസ്റ്റീന ഇതിനൊക്കെ 250 രൂപയുള്ളൂ. യുജീനയുടെ വലിയ തൈയായിട്ടത് വലിയൊരു ഇതായിട്ട് നിൽക്കണത് 250 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. യുജീന ക്രിസ്റ്റീന എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ യുജീനയുടെ. പിന്നെ പ്ലാവുകൾ നോക്കിയാൽ ചക്ക ഉണ്ടായി നിൽക്കുന്ന പ്ലാവുകൾ, ചക്ക ഉണ്ടായി നിൽക്കുന്ന വലിയ പ്ലാവുകൾ 200 രൂപയുള്ളൂ. ചക്ക ഉണ്ടായി നിൽക്കണ 200 രൂപയുടെ പ്ലാവ് കേട്ടോ. ഏറ്റവും വില കുറവാണ്. ചക്ക ഉണ്ടായി നിൽക്കുന്നത് ആണ് മെയിൻ ഹൈലൈറ്റ്. 200 രൂപയുള്ള ചക്ക ഉണ്ടായി നിൽക്കണ. ഇത് എന്ത് വെറൈറ്റി പ്ലാവ് ചേട്ടാ? ഇത് റെഡ് ജാക്കും ഉണ്ട്, ആയുർ ജാക്കും ഉണ്ട്. റെഡ് ജാക്കും ആയുർ ജാക്കും വിയറ്റ്നാമേറിലെ ഉണ്ട്. അപ്പൊ പ്ലാവ് ഏതെടുത്താലും ഒരു വിലയുള്ളൂ 200 രൂപ. 200 രൂപ ഏതെടുത്താലും 200 രൂപ. പിന്നെ ഇത് കണ്ട ഞങ്ങൾക്ക് തെങ്ങാണ് മെയിൻ ആയിട്ട്. തെങ്ങുകളാട്ടോ, ഇഷ്ടം പോലെ തെങ്ങുകളുണ്ട്. തെങ്ങുകളെ കുറിച്ച് കൂടുതൽ ഇവിടെ ഒരു പയ്യനുണ്ട്. ഇവനാണ് നടത്തണേ. അവന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ് ഈ നഴ്സറി. എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ പഠിക്കാനൊരു ഇത്തിരി മടി. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവനൊരു മാർഗം വേണമല്ലോ. അപ്പൊ ഇത് വിൽപ്പനയും കച്ചവടവും എല്ലാം അവന്റെ ഇഷ്ടമാണ്. ഞാൻ വല്ലപ്പോഴേ വരും.
അപ്പൊ ആളാണ് ഇവിടുത്തെ തെങ്ങിന്റെ കാര്യങ്ങളെല്ലാം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എന്ത് സാധനവും കൊടുക്കുക. ആള് വലിയ ദാനശീലനും കൂടിയിട്ടാണ്. വരുന്നവർക്കൊക്കെ പയ്യ ആവശ്യതയാണ്, കൃഷിയാണ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകും പറഞ്ഞ് കൊടുക്കുന്ന ഒരു സ്വഭാവമാണ്. അത് ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കല്ലേ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അതെ അതെ അതെ. അപ്പൊ ആളാണ് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. തെങ്ങുകളൊന്നും കാണിച്ചു കൊടുത്തരാ. ഈ ബ്രോ ആണ് നമുക്ക് തെങ്ങിന്റെ ഇവിടുത്തെ മെയിൻ ആളാണ്. പേരെന്താ ബ്രോന്റെ? സാബിർ എന്നാട്ട പേര്. ആളാണ് നമുക്ക് തെങ്ങുകളുടെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ. നമുക്ക് നോക്കിയാലോ? അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങോട്ട് പോകാം. ഇവിടെ ഇഷ്ടം പോലെ തെങ്ങുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇഷ്ടം പോലെ തെങ്ങുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എന്ത് വെറൈറ്റി ആണ് ബ്രോ? ഇത് മലേഷ്യൻ ഗ്രീൻ ഡാർഫ് എന്ന് പറഞ്ഞാണ്. മലേഷ്യൻ ഗ്രീൻ ഡാർഫ്. ഇതിൽ ഏതാണ്? ഇത് മൊത്തം മലേഷ്യൻ ഗ്രീൻ ഡാർഫ് എന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടോ. പിന്നെ നാളികേരം വലുതായിരിക്കും, 2.5 കൊല്ലം കൊണ്ട് കായ്ക്കും. ഇത് നാളികേരം ഇത്രയും വലിപ്പമുള്ള നാളികേരായിരിക്കും. കടവണ്ണം പിന്നെ കടവണ്ണം കണ്ടത്. കടവണ്ണം ഇത്രയുണ്ട്. ഓല വിരിഞ്ഞു വരുന്നതാണ് ഒറിജിനൽ. വിരിഞ്ഞു വരുന്ന അത് മനസ്സിലാക്കുന്നത് അങ്ങനെയാണല്ലോ. ഓല പിരിഞ്ഞു വരുന്നതാണ് മലേഷ്യ. പിന്നെ ഗ്ലൈസിംഗ് ഉണ്ടാവും. നാളികേരം ബോൾ പോലെ ആയിരിക്കും. നാളികേരം നല്ല ബോൾ പോലെ ആകട്ടെ, വലിയ നാളികേരാണ്. അപ്പോൾ ഇതിന്റെ പേര് മലേഷ്യൻ ഗ്രീൻ ഡാർഫ് എന്നാട്ടോ ഇതിന്റെ പേര്. അപ്പൊ ഇതിന്റെ റേറ്റ് എത്രയാണ്? റേറ്റ് ഇവിടെ പുറത്തൊക്കെ ആണെങ്കിൽ 600-700 വരും. നമ്മുടെ ഇവിടെ 150 ഉള്ളൂ. 150 രൂപ. 150 രൂപയുള്ളൂ ഇത്രയും വലിയ, അതും മലേഷ്യൻ ഗ്രീൻ ഡാർഫ് എന്ന് പറഞ്ഞ തെങ്ങിന് 150 രൂപയ്ക്കാണ്ട് ഒരു കൊടുക്കണേ. ഏറ്റവും വില കുറച്ച്. അപ്പൊ അടുത്തത് നോക്കാം. അടുത്ത വെറൈറ്റി നമുക്ക് ബ്രോ കാണിച്ചു തരും. പിന്നെ നമുക്കുള്ളത് ഗംഗാബോണ്ടമാണ്. ഏതാണ്? ഗംഗാബോണ്ടം എന്നുള്ളത് ഇതിട്ടാ. അവിടെ ഇതിന്റെ പ്രത്യേകത എന്താണ് ബ്രോ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 3.5 അടി 2.5 അടി കൊണ്ട് കായ്ക്കും. 3.5 അടി, അതായത് കുറച്ചും കൂടെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കായ്ക്കും. നമുക്ക് കൈ കൊണ്ട് തന്നെ പറിച്ചെടുക്കാം തന്നെ. പക്ഷെ നാളികേരം കുറച്ച് ചെറുതായിരിക്കും. നാളികേരം ചെറുതായിരിക്കും, പക്ഷെ കറിക്കും വെളിച്ചെണ്ണയ്ക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നാളികേരം ചെറുതായിരിക്കും, പക്ഷെ നമ്മൾ അധികം ഹൈറ്റ് വെക്കില്ല. നമുക്ക് സുഖമായിട്ട് കൈ കൊണ്ടൊക്കെ പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഇതിനും 150 തന്നെയാണ്. അതായത് ഇവിടെ ഉള്ള തെങ്ങുകൾക്ക് എല്ലാം ഒരേ റേറ്റ് ആണ്. 150 രൂപയുടെ റേറ്റ് പറഞ്ഞത്. പിന്നെ രാമഗംഗ എന്ന് പറഞ്ഞ ഇതാണ് രാമഗംഗ എന്ന് പറയുന്ന ഒരു ഇനം. അപ്പൊ ഇതിന്റെ എന്തെങ്കിലും പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെയിം ടു ആണ്. ഗംഗാബോണ്ടം പോലെ തന്നെയാണ് ഇതും. പിന്നെ ഹൈറ്റ് കുറവായിരിക്കും, റെഡ് ആയിരിക്കും നാളികേരം. ഹൈറ്റ് കുറവായിരിക്കും, നാളികേരം റെഡ് ആയിരിക്കും. ഉള്ളു റെഡ് ആയിരിക്കും. ഇല്ല പുറം റെഡ് കളർ. അങ്ങനെ റെഡ് ആയിരിക്കും. പട്ടേന്റെ അതേ കളർ തന്നെ ആയിരിക്കും. ഇതേ കളർ, ഈ ഒരു കളറായിരിക്കും ഇതിന്റെ നാളികേരത്തിനും വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത വെറൈറ്റി നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് നോക്കാം. അടുത്ത വെറൈറ്റി തെങ്ങ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ തെങ്ങുകൾ. ഇത് മലേഷ്യൻ ഡീൻഡുട്ടി എന്ന് പറഞ്ഞതാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ മലേഷ്യൻ ഗ്രീൻ ഡാർഫിന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ. അതായത് അതിന്റെ വേറൊരു വെറൈറ്റി തന്നെ മലേഷ്യൻ ഡീൻഡുട്ടി. ഇതും 2.5 കൊല്ലം കൊണ്ട് തന്നെ 2.5 കൊല്ലം കൊണ്ടാക്കിയത്. അത്യാവശ്യം വലിയ നാളികേരാണ്. വലിയ നാളികേരാണ്. ഇത് വെളിച്ചെണ്ണയ്ക്കും കറിക്കും എല്ലാത്തിനും ഉപകാരപ്പെടുന്നതാണ്. കറിക്കും ഉപയോഗിക്കുന്നതാണ്. കേടും കുറവാണ്. നാടൻ ടേസ്റ്റിലേക്കാണ് മാറുന്നത്. നാടൻ ടേസ്റ്റ് നമ്മുടെ നാടൻ, പക്ഷെ ഹൈറ്റ് അധികം വരില്ല, കുള്ളനാണ്. അപ്പൊ നമ്മുടെ നാടനേക്കാളും ഹൈറ്റും കുറവായിരിക്കും, ടേസ്റ്റും നാടൻ ടേസ്റ്റ്. കേരളത്തിന്റെ ആ ഒരു വെറൈറ്റി ആണ് ഇവിടെ ഒക്കെ തന്നെയാണ്. ആ ഒരു വെറൈറ്റി ആയിട്ടുള്ളത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ വെറൈറ്റി. അടുത്തത് നോക്കാം. നമ്മൾക്ക് കസ്റ്റമറിനെ ഇവരിങ്ങനെ തൈ കയറ്റി കൊടുക്കാണ് കേട്ടോ. അപ്പൊ ഇത് എന്ത് ടൈപ്പ് അടക്യാമറാണ്? മലേഷ്യൻ ബർദൻ എന്ന് പറഞ്ഞ അടക്യാമറാണ് കേട്ടോ. ഇതിപ്പോ കസ്റ്റമറിനെ വിറ്റുപോയതാണ്. അതിന്റെ ആളൂടെ നിൽക്കണ്ട, ചേട്ടനോട് ചോദിക്കാം. ചേട്ടന്റെ പേര്? എന്റെ പേര് ജസ്റ്റിൻ എന്നാണ് പേര്. അപ്പൊ ഇവിടെ തന്നെയാണോ തെങ്ങളൊക്കെ അടയ്ക്കാൻ വരും സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ എടുക്കാറ്? അപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ? നല്ല ചെടികളാണ്, നല്ല അഫോർഡബിൾ റേറ്റിനാണ് കിട്ടാറുള്ളത്. ഇതിപ്പോ എത്ര ചേട്ടന് എത്ര രൂപ? 50 തൈയാണ് മേടിക്കുന്നത്. അപ്പൊ ഒരു തൈക്ക് എത്ര രൂപ? 30 രൂപ. ഭയങ്കര റേറ്റ് കുറച്ചാണ് ചേട്ടന്. അപ്പൊ ഇവിടെ എല്ലാത്തിനും ഭയങ്കര റേറ്റ് കുറവാണ്. നല്ല ക്വാളിറ്റി സാധനങ്ങളും ഉണ്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ആള് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ ഈ ഒരു വെറൈറ്റി പുള്ളിതാ ഇങ്ങനെ 50
തൈ എടുത്തിട്ടുണ്ട് കേട്ടോ. 50 തൈ ഇതേ കാറിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇരിക്കുന്നത് ഗൗളിയാണ്. ഗൗളി ഗൗളി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗൗളി എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഗൗളി എന്ന് പറയുന്ന തെങ്ങ്. ഗൗളി എന്ന് പറയുന്നതാണ് ഗൗളി. ഇത് നമ്മുടെ ഇത് ഏറ്റവും കൂടുതൽ തമിഴ്നാടാണ് യൂസ് ചെയ്യുന്നത്. ഇത് മറ്റേ മരുന്നിനും പിന്നെ പൂജയ്ക്കും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എടുക്കുന്നത്. ഇത് 2.5 കൊല്ലം കൊണ്ട് തന്നെ ഹൈറ്റ് കുറവായിരിക്കും. ഇത് ആ ഒരു സ്പെഷ്യാലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, പൂജയ്ക്കൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് 150 രൂപ തന്നെ. 150 രൂപ വലിയ അത്യാവശ്യം നിൽക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പൊ ഇനി ഇതൊക്കെ ഏത് വെറൈറ്റികളാണ്? ഇത് ശ്രീലങ്കനാണ്. ഇത് ഒരു വേറൊരു ടീമിന് ഈ ബൾക്കായിട്ട് ഒരു ബൾക്കായിട്ട് ഓർഡർ കൊടുക്കണ്ട. അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൾക്കായിട്ട് സെറ്റ് ചെയ്ത് വെക്കും. അപ്പൊ അതേപോലെ സെക്കൻഡ് ആണ് അവർക്ക് ഈ കൃഷി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വെക്കാനായിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കും. ബൾക്ക് ഇപ്പൊ വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ 10,000 വേണം. 10,000 നമ്മുടെ ഇതല്ല, വേറെ ആണുള്ളത്. അതായത് ഇവർക്ക് പ്രൊഡക്ഷൻ വേറെ സ്ഥലത്താണ് പ്രൊഡക്ഷൻ. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബൾക്ക് തരും. നമുക്ക് ഇനി അടുത്തേക്ക് പോകാം. അടുത്തേലോട്ട് ഇവിടെ തെങ്ങ് മാത്രമല്ല പ്ലാവൊക്കെ ഉണ്ട്, വഴിയെ പരിചയപ്പെടാം. അപ്പൊ തെങ്ങുകൾ നമുക്ക് ആദ്യം നോക്കാം. ഇത് മലേഷ്യൻ ഗോൾഡൻ ഡാർഫ് എന്ന് പറഞ്ഞ സാധനമാണ്. മലേഷ്യൻ ഗോൾഡൻ ഡാർഫ് എന്ന് പറയുന്നത് ഗോൾഡൻ എന്ന് പറയുന്നത് ഇതേ കളർ തന്നെ ആയിരിക്കും. നാളികേരം വരുന്നത് ഇതേ കളർ തന്നെ. നാളികേരം ഇത് അത്യാവശ്യം വലിപ്പമുള്ള നാളികേരം തന്നെയാണ്. ഇത് ഹൈറ്റും വെക്കില്ല, വളരെ കുറവാണ്. എന്റെ ഒരു ഹൈറ്റ് ആ ഒരു ഹൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചാൽ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് കറിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കറിക്ക് ഇത് ഏറ്റവും കൂടുതൽ ഷോ ആണ്. പിന്നെ കറിക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് മറ്റേ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു തെങ്ങാണ്. ഹൈറ്റും വെക്കില്ല, നമുക്ക് കരിക്ക് കുടിക്കാം. അതാണ് അതാണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത്. കരിക്ക് കുടിക്കാം. ആ ഒരു ടൈപ്പ് വെറൈറ്റി തെങ്ങോടെ ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത വെറൈറ്റി തെങ്ങ് ഇവിടെ ഒക്കെ തെങ്ങുകൾ നമുക്കുള്ളത് ഇപ്പുറത്താണ് കേട്ടോ. നമുക്ക് നോക്കാം. പിന്നെ ഇപ്പൊ കാറ്റുള്ളത് കൊണ്ട് മറിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് കുഴപ്പമില്ല. ശ്രീലങ്കൻ കിങ് എന്ന് പറഞ്ഞാണ്. ശ്രീലങ്കൻ കിങ് എന്ന് പറഞ്ഞ ഒരു ഇതിന്റെ നാളികേരം വലുതായിരിക്കും. ഇത് നാടൻ ടൈപ്പാണ്. നാടൻ. അപ്പൊ നാടൻ തെങ്ങുകൾ നോക്കുന്നവർക്ക് ആ ഒരു ടൈപ്പ് വേണം വെക്കാം. ഇതിന് 150 രൂപ. വെളിയിലാണ് 400 രൂപ 500 രൂപ ആ റേഞ്ച്. ഇത് നമ്മുടെ നാടൻ ടൈപ്പ് പോലത്തെ ഒരു തെങ്ങാണ്. അപ്പൊ അങ്ങനത്തെ പറമ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉള്ളവർക്ക് വെക്കാൻ പറ്റിയ ഒരു. അപ്പൊ ഇത്രയും നിങ്ങൾ ആലോചിക്കും, ഇത്രയും വലിയൊരു തൈയായിട്ട് ഒരു 150 രൂപയ്ക്ക് തരണേ. വേറെ എവിടെ ഏത് നഴ്സറിയിലും നിങ്ങൾക്ക് ഇത് കിട്ടില്ല. അതായത് കണ്ടില്ലേ, കടവണ്ണം തന്നെ കണ്ടില്ലേ. ഇത്രയും ഇതിൽ കടവണ്ണം ഉള്ള ഒരു തെങ്ങ് 150 രൂപയ്ക്ക് ഏത് നഴ്സറിയിലാണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പൊ ബൾക്കായിട്ട് എടുക്കുമ്പോഴും റേറ്റ് വ്യത്യാസം നമുക്കൊരു നഴ്സറിക്കാർക്കാണെങ്കിൽ ഒരു റേറ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ബൾക്കായിട്ട് എടുക്കുന്നവർക്കും ചെറിയൊരു ഇത് അവര് ചെയ്തു തരും. ചെറിയൊരു റേറ്റ് വ്യത്യാസം. അത്രയും വില കുറച്ച് കൊടുക്കുന്നത് തന്നെ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ചെറിയ എന്തെങ്കിലും ഒരു വ്യത്യാസം അവര് ചെയ്തു തരാൻ പറ്റും മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് നോക്കുമ്പോൾ ഇത്രയും വലിയ തെങ്ങൊക്കെ 150 രൂപ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. നമുക്ക് അടുത്ത വെറൈറ്റി. അടുത്ത നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് നമ്മളിപ്പോ കുറച്ചിരിക്കുകയാണ്. പിന്നെ വലുതാണ് ഉള്ളത്. കാരണം ഒക്കെ ഇവിടെ സ്ഥലത്തിനും വെള്ളത്തിനും പ്രശ്നങ്ങളുണ്ട്. ഇതെന്ത് വെറൈറ്റി? മലേഷ്യൻ ഡീൻ ഡ്യൂട്ടി തന്നെ. അതിന്റെ വലുത് പുറത്താണെങ്കിൽ 1600 രൂപ വരും. മലേഷ്യൻ ഡീൻ ഡ്യൂട്ടി തന്നെ. മലേഷ്യൻ നേരത്തോടെ തന്നെ അണ്ടോടിരിക്കണ. അത് പുറത്താണെങ്കിൽ 1600 റേറ്റ് വരുന്ന. ഇത്ര ആകുമ്പോ ഒരു 400 രൂപയ്ക്ക് കിട്ടും. അതെ ഇവിടെ ഇതാണോ ചേട്ടൻ പറഞ്ഞ കൊടുക്കുന്ന പറഞ്ഞ ഇതല്ല. അതെ, മറ്റേ തെങ്ങുകള് ഏത് തെങ്ങ് വേണമെങ്കിലും കൊടുക്കാം. അതെ, ഇത് വലിയ തെങ്ങാട്ടോ. ഇത് 400 രൂപയ്ക്കാണ് അവര് കൊടുക്കുന്നത് തന്നെ. അതായത് ഇത്രയും വലിയ കടവണ്ണവും ഇത്രയും ഹൈറ്റ് ഉള്ള ഒരു തെങ്ങാട്ടോ. ഇത്രയും പ്രൈസ് കുറവ് നിങ്ങൾക്ക് കിട്ടണത്. അപ്പൊ എന്തായാലും നല്ല പ്രൈസ് കുറവാണ്. എനിക്ക് വന്നപ്പോ തന്നെ മനസ്സിലായി. നിങ്ങളിവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. ഇപ്പൊ തെങ്ങും കാര്യങ്ങളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാട്ടോ. അപ്പൊ തെങ്ങളുടെ കഴിഞ്ഞോ അതോ? തെങ്ങിന്റെ വേറെ ഉണ്ട്, അപ്പുറത്താണ്. പക്ഷെ അത് കുറച്ച് ദൂരെ പോകണം. അത് കുഴപ്പമില്ല. അപ്പൊ ഇവിടെ ഉള്ള വെറൈറ്റീന്റെ ഇപ്പൊ ഇത്രേ ഉള്ളൂ. പ്ലാവുകൾ നോക്കാട്ടോ. പ്ലാവുകൾ ഇവിടെ ഇങ്ങനെ കുറെ. ഇത് ആയുർ ജാക്ക് എന്ന് പറയും. ഇത്
ആയുർ ജാക്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാവാട്ട്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ മരുന്ന്. ഇത് ഇപ്പൊ അധികം കഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ മുറിക്കുമ്പോ തേനിന്റെ കണ്ടന്റ് കൂടുതലാണ്. മരുന്ന് ഒരു ഉപകാരപ്പെടുന്നതാണ്. വയറിനും വല്ല ഒരു പ്രശ്നമൊന്നും കാണിക്കില്ല. ഗുണമുള്ള സാധനമാണ്. 200 രൂപയുള്ളൂ. 200 രൂപയാട്ടത്. ഇത്രയും വലിയ തൈയാണ്. 200 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. പിന്നെ പുറത്ത് വരികയാണെങ്കിൽ ഇത് 400-500 ആ റേറ്റ് വരും. പിന്നെ അതേപോലെ വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറഞ്ഞ ഇനമാണ് കേട്ടോ. വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ ചക്കന ഉണ്ടായി കിടക്കുന്ന ഒരു പ്ലാവാണ് ഇത്. മൊത്തം ഇത് ഇവിടെയും മൊത്തം ഇത് നമ്മുടെ ഓൾ സീസൺ പോലെയാണ്. ചക്ക ഇങ്ങനെ വന്നോണ്ടേയിരിക്കും. എല്ലാത്തിലും ചക്കയായിട്ട്. എല്ലാത്തിലും ഇവിടെ ഇരിക്കണതെല്ലാം വിയറ്റ്നാം സൂപ്പർ എയർലിയാണ്. വിയറ്റ്നാം സൂപ്പർ എയർലി ഇവിടെ ചക്ക കണ്ടോ. ഇതിന്റെ റേറ്റ് എത്രയാണ് ബ്രോ? ഇതിന്റെ റേറ്റ് 200 രൂപയുള്ളൂ. ചക്ക ആയതായാലും 200 രൂപയേ ഉള്ളൂ. നിങ്ങൾ കേൾക്കണം, 200 രൂപ. അതേ കണ്ടില്ലേ, ചക്ക ഉണ്ടായി നിൽക്കുന്ന വിയറ്റ്നാം സൂപ്പർ എയർലി. ഞാൻ ഒരുപാട് നഴ്സറികളിൽ പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ എവിടെയും അത് ഇത്ര ഹൈറ്റ് കുറവായിരിക്കും. അതിന് അവർ 1000-400-500 പറയും. അറ്റം വരെ ഉണ്ട് ഈ പ്ലാവിന്റെ തന്നെ. വിയറ്റ്നാം സൂപ്പർ എയർലി ചക്ക ഉണ്ടായി കിടക്കുന്നത് വെറും 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. അപ്പോൾ അതേ പ്ലാവൊക്കെ വാങ്ങി വെക്കാൻ പ്ലാനുള്ളവർ ഇവിടെ വരിക, ഈ ഒരു നഴ്സറിയിൽ വരിക. പിന്നെ അടുത്തത് നമുക്ക് അടക്കയിലാണ്. അടക്കാമരത്തിന്റെ കുഞ്ഞു തൈകളാണല്ലേ. ഇത് മോഹിത് നഗർ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇവിടെ ഇരിക്കുന്ന മൊത്തം. ഇതിന് എത്ര റേറ്റ്? ഇതിന് 30 രൂപ ഉള്ളൂ. 30 രൂപ കേട്ടോ. ഒരെണ്ണത്തിന്റെ റേറ്റ് വരണം 30 രൂപ. ഇതിന് കടവണ്ണവും നമ്മൾ എടുത്തു കൊടുക്കുമ്പോ കടവണ്ണവും നല്ല കരുത്തുള്ള തൈ മാത്രം കൊടുക്കും. കരുത്തുള്ള തൈ, നല്ല കടവണ്ണുള്ള തൈയാണ് ഇവര് കൊടുക്കുന്നത്. നഴ്സറിയിൽ തിരിയാൻ സമ്മതിക്കില്ല. പക്ഷെ നമ്മള് ഇഷ്ടമുള്ള ചോയ്സ് ചെയ്തെടുക്കാം. അത് നമുക്ക് ഇവിടെ വന്ന് ഈ ഇരിക്കുന്ന ബൾക്കിന്ന് ഇഷ്ടമുള്ളത് നമുക്ക് ചോയ്സ് എടുക്കാം, എടുത്തിട്ട് പോവാം. ഇതിന്റെ റേറ്റ് എത്ര? റേറ്റ് സോറി, വേറെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കൊല, ഒരു 4 കൊല ആ ഒരു റേഞ്ചേ വരുള്ളൂ. പിന്നെ കായ്ക്ക് കുറച്ച് വണ്ണമുണ്ട്, തൂക്കമുണ്ട്. അതിന്റെ കാട്ടി നല്ല ബെസ്റ്റ് വെറൈറ്റി ആണ് ഈ മലേഷ്യൻ വർദ്ധൻ എന്ന് പറഞ്ഞ ഇനം. മലേഷ്യൻ വർദ്ധൻ എന്ന് പറഞ്ഞ. അപ്പൊ നേരത്തെ വന്ന കസ്റ്റമർ 70 രൂപ കേട്ടോ എല്ലായിടത്തും. ഈ ഒരു മലേഷ്യൻ വർദ്ധൻ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിക്ക് നേരത്തെ ഒരു കസ്റ്റമർ വന്ന് 50 പീസ് എടുത്തിട്ട് പോയതാണ്. ആള് മുമ്പ് 150 എടുത്തിട്ട് പോവാറുണ്ട് എങ്ങനെ ഇടക്കിടക്ക്. ഇത് കണ്ട കടവണ്ണം കണ്ട, അത്യാവശ്യം നല്ല കടവണ്ണമുള്ള മലേഷ്യൻ വർദ്ധൻ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഈ ഒരു അടയ്ക്ക. ഇതിന് റേറ്റ് 30 തന്നെ. 30 രൂപ കേട്ടോ. 30 രൂപ റേറ്റുള്ള. ബൾക്കായിട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർ ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ റെഡി സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 കൊല 5 കൊലയോളാണ് ഇതിന് കായ്ക്കുന്നത്. 2.5 കൊല്ലം കൊണ്ട് കായ്ക്കും. പിന്നെ അടയ്ക്കപ്പോ ഒരു മാസം പിറക്കാൻ പോയില്ലെങ്കിൽ മുളച്ചാലും നമുക്കത് പൊട്ടിച്ച് ഉണക്കി തട്ടിയെടുത്ത് കൊടുക്കാം. ഉള്ളതാണെങ്കിൽ പൊടിഞ്ഞു പോകും. ഇത് കല്ല് പോലെ ഇരിക്കും. ഇതിന്റെ പ്രത്യേകത. പിന്നെ ഇവർക്ക് മീൻകുളം ഉണ്ട്. ചേട്ടൻ അവിടെ മീന് തീറ്റ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. മീൻകുളം നഴ്സറിയുടെ ഉള്ള തന്നെ മീൻകുളം ഉണ്ട്. അതെ മീൻ. ഇത് എന്ത് ടൈപ്പ് മീനാണ് കേട്ടാ? ഇത് ഫിലോപ്പിയാണ്. ഫിലോപ്പികളാട്ടോ ഇതിനകത്തുള്ളത്. ഫിലോപ്പികള്. അപ്പൊ അതും ഇതിങ്ങനെ കൊടുക്കാൻ വേണ്ടി വളർത്തണോ? ഇത് അത്യാവശ്യം ആരെങ്കിലും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളർത്താൻ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും. നമുക്കൊരു സന്തോഷത്തിന് വേണ്ടി വളർത്തുന്നതാണ്. കാണാനൊരു ഭംഗിയും പിള്ളേരൊക്കെ വരുമ്പോഴേ. പിലോപ്പികളുണ്ട് കേട്ടോ. പിലോപ്പികള് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ടാക്കിയിട്ട് പടുതാകുളം ഉണ്ടാക്കിയതാണോ? ഞാൻ തന്നെ ഉണ്ടാക്കി. പിന്നെ മരവും നമ്മൾ നട്ടു. ഒരു ഇരിക്കാനുള്ള സെറ്റപ്പാണ് ചെയ്യാൻ വന്നത്, പക്ഷെ നടന്നില്ല. ഇതിന്റെ വെള്ളം നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാം. ഈ ഒരു ഇതിന്റെ വെള്ളമാണ് വളം പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല ഹെൽത്തി ആയിരിക്കും. നല്ല ചെടി നന്നായി കേറി വരും. വളമാണ് ഇത്. ഇതിന്റെ വെള്ളം അവർ ഇതിനൊക്കെ യൂസ് ചെയ്യുമ്പോ നല്ല ഹെൽത്തി വളമാണ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് അടുത്ത പ്ലാന്റ്സ് നോക്കാം. അടയ്ക്ക കണ്ടു, പ്ലാവ് കണ്ടു, തെങ്ങ് കണ്ടു. ഇനിയും ഇവിടെ വെറൈറ്റി പ്ലാന്റുകൾ ഉണ്ട് പറയല്. നമുക്ക് അതിന് നോക്കാം. ഇത് പിന്നെ ഇത് റംബൂട്ടാൻ നിക്കണ്ടത്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള റംബൂട്ടാനാണ്. ഇത് ഇത് N18 ആണോ? ഇത് N18 ഉണ്ട്, റോങ്ക്രിയാൻ. ഇതിപ്പോ നമ്മുടെ ഇരിക്കുന്നത് സ്റ്റോക്ക് മൊത്തം റോങ്ക്രിയാൻ. അതാവുമ്പോ ഒരാഴ്ചത്തേക്കും
2 ആഴ്ചത്തേക്ക് നമുക്ക് കായ പറിച്ചു വെച്ചാലും കറുപ്പ് നിറം വരില്ല. മറ്റുള്ളതൊക്കെ കറുത്ത നിറം വരുന്നുണ്ട്. ഈ കാണുന്നതാണല്ലോ അതിന്റെ കായ. അതെ അതെ, ഈ കാണുന്നതാണ് അതിന്റെ ഹോംഗ്രോന്റെ ബ്രാൻഡാണ് നമ്മൾ ഹോംഗ്രോന്റെ ബ്രാൻഡാണ് ഇറക്കുന്നത്. ഇതിന്റെ റേറ്റ് എത്രയാണ്? ഇതിന്റെ റേറ്റ് നമ്മൾ 300 രൂപ. 300 രൂപ കേട്ടോ ഇതിന്റെ റേറ്റ്. ഇത്രയും വലിയൊരു റംബൂട്ടാന്റെ തൈക്ക് 300 രൂപയാണ് ഈ റേറ്റ് വരുന്നത്. ഇവിടെ കുറെ ഇരിക്കുന്നുണ്ട് റംബൂട്ടാൻ. ഇവിടെ ഉണ്ട്, ഇവിടെയൊക്കെ റംബൂട്ടാന്റെ ഇതുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെന്ത് ഫ്രൂട്ടാണ് ബ്രോ? ഇത് ജംബൂട്ടിക്കാവ, മരമുന്തിരി എന്ന് പറയുന്ന ജംബൂട്ടിക്ക. താഴോട്ട് മോള് വരെ കായുണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുന്തിരിനെക്കാളും മുന്തിരിക്കാട്ടി മധുരമാണ്. അപ്പൊ നമുക്ക് അതിനേലും കാട്ടി ആവശ്യമായിട്ടുണ്ടാവും. തടി എന്തോരം വലുതാവുന്നോ അത്രയും നിറച്ചുണ്ടാവും. കുഞ്ഞത്തിൽ തന്നെ ഉണ്ടാവുന്നതാണ്. ഇതിന്റെ വലുതും ചെറുതൊക്കെ ഉണ്ടല്ലോ, ചെറിയ പ്ലാന്റുകൾ ഉണ്ട്. ഇതിന്റെ റേറ്റുകളൊക്കെ എത്രയാവും? ഇതിന്റെ നമ്മൾ പറയുന്നത് 2500 രൂപയാണ്. പുറത്താണെങ്കിൽ 4000 രൂപ, 5000 രൂപ. എയർ ഗ്രാഫ്റ്റ് ആണ്, ഹൈബ്രിഡ്. പിന്നെ നമുക്ക് 300 രൂപന്റെ വേണമെങ്കിൽ നമുക്കത് ജംബൂട്ടിക്കാവയുടെ 300 രൂപയുടെ 700 രൂപ വില വരുന്നുണ്ട്. പക്ഷെ ഇവിടെ 300 രൂപ ഉള്ളൂ കേട്ടോ. ജംബൂട്ടിക്കാവയുടെ ചെറിയ പ്ലാന്റ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ 300 രൂപയുടെ പ്ലാന്റും ഇവിടെ ഉണ്ട്. ഇതെന്താണ് ബ്രോ? ഇത് ലോങ്കൻ എന്ന് പറഞ്ഞതാണ്. ലോങ്കൻ അത് എന്ത് ഫ്രൂട്ടാണ്? അത് നമ്മുടെ മുന്തിരി പോലെ തന്നെയാണ്. ഷെല്ല് റംബുട്ടാനില്ലേ, ലിച്ചി പോലെ ഷെല്ല് പൊട്ടിച്ചിട്ട് തിന്നുന്നതാണ്. നമ്മുടെ ഈ ഫുലോസ റംബുട്ടാനൊക്കെ പോലെ വരുന്ന ഒരു ഫ്രൂട്ടിന്റെ പ്ലാന്റ് ആണ് ഇത്. ലോങ്കൻ എന്നാണ് ബഡാണ് ഇത്. പുറത്താണെങ്കിൽ 2 രൂപ 2500 ഒക്കെ വരും. നമ്മളിവിടെ വെറും 500 രൂപ. 500 രൂപയ്ക്കാണ് ഇവര് കൊടുക്കുന്നത് അവിടെ. 500 രൂപയ്ക്ക്. ഇത് ഈ ബഡ് എത്ര കൊല്ലം എടുക്കും കായ്ക്കാൻ? ഇതൊക്കെ 1.5 കൊല്ലം കൊണ്ട് കായ്ച്ച് കിട്ടണതാണ് ഈ ബഡ്. അതേപോലെ തന്നെ സ്റ്റാർ ഫ്രൂട്ട് ആവശ്യമാണ്. സ്റ്റാർ ഫ്രൂട്ട് പൂത്ത് കായ്ച്ചത്. ഇതും മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് ആട്ടോ. ഇതിൽ 2 വെറൈറ്റി ഉണ്ടല്ലോ, പുളിയുള്ളതുണ്ട്, ഇത് മധുരമുള്ളത്. ഇതിന് എത്ര റേറ്റ്? 150 രൂപ. 150 രൂപ കേട്ടോ. പൂവിട്ട് നിൽക്കണ സ്റ്റാർ ഫ്രൂട്ടിന്റെ തൈ ഉണ്ട് ഇവിടെ, അതായത് 150 രൂപ. നമുക്ക് അടുത്ത നോക്കിയാലോ? അടുത്ത വെറൈറ്റി നമുക്ക് കാണിക്കാം. പിന്നെ ഇത് ഏളന്തപ്പഴം എന്ന് പറയും. ഏളന്തപ്പഴം, ബേറാപ്പിൾ. നമ്മുടെ ആപ്പിൾ, ഗ്രീൻ ആപ്പിളിന്റെ പോലെ ഇരിക്കുന്ന അതാണ്ട ബേറാപ്പിളിന്റെ ഇതുണ്ട്. എല്ലാം ഉണ്ടായി നിക്കണുണ്ട്. അത് ചെറിയ പൂവൊക്കെ ഇട്ട് ഇവിടെ ഉണ്ടായി നിക്കണ്ട്. ബേറാപ്പിളിന്റെ റേറ്റ് എത്രയാണ്? ബേറാപ്പിളിന്റെ റേറ്റ് 150 രൂപ. വെളിയിലാണെങ്കിൽ ഇത് നമ്മുടെ ഇവിടെ കായ്ക്കുന്നതാണ്. മറ്റുള്ളതൊക്കെ വേറെ ഉണ്ട്, വേറെ ടൈപ്പ് ഉണ്ട്. അത് പക്ഷെ കുഞ്ഞു കായായിരിക്കും. ഇത് പക്ക ഒറിജിനൽ ആണ്, വലിയ കായായിരിക്കും, ഗ്യാരണ്ടി ഉണ്ട്. പുറത്തൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. റേറ്റ് ഉണ്ട്, 250-300 രൂപ റേറ്റ് ഉണ്ട്. ഇവിടെ 150 രൂപ കേട്ടോ ഇവിടെ കിട്ടുന്നത്. പിന്നെ അതേപോലെ ചെറുനാരകങ്ങള് 150 രൂപ കൊടുക്കുന്നത്. കായ്ച്ചത് കേട്ടോ, കൊലകുത്തി കായ ഉണ്ടാവുന്നത്. 150 രൂപയാണ് ചെറുനാരകത്തിന്റെ റേറ്റ് പറഞ്ഞ കായ. കണ്ടോ ഇവിടെ ഒരു കായ്ച്ചു നിൽക്കുന്ന ചെറുനാരകം. ഈ പ്ലാന്റ് 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പുറത്താണെങ്കിൽ 250 ആ ഒരു റേഞ്ച് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത വെറൈറ്റി നമുക്ക് കാണിച്ചു തരാം. അതേപോലെ ഓങ്ക്രാന്റെ ഫുലോസാൻ നമ്മളവിടെ പറഞ്ഞ ഫുലോസാനാട്ടത്. ഫുലോസാന്റെ പ്ലാന്റ് ആണുള്ളത്. അപ്പൊ ഇത് എത്ര റേറ്റ് പോ? ഇത് നമുക്ക് 600 രൂപയ്ക്ക് കൊടുക്കാം. 600 രൂപയ്ക്കാട്ടോ ഫുലോസാൻ. വെളിയിലൊക്കെ ആണെങ്കിൽ 800 രൂപ 1500 രൂപ കൊടുക്കാം. അത്ര റേറ്റ് വരുന്നുണ്ട്. ഇവിടെ 600 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഫുലോസ്. ഇത് ബഡാണോ? ബഡാണ്. എത്ര കൊല്ലം കൊണ്ട് കായ്ക്കും? 2.5 കൊല്ലം. ഹൈബ്രിഡ് ആണ്, കൊലകുത്തി ഉണ്ടാവും. ഹൈബ്രിഡ് തൈയാണ്, കൊലകുത്തി ഉണ്ടാവും. 2.5 കൊല്ലം കൊണ്ട് ഇത് കായ്ക്കൂട്ടോ. ഒരു കായ പോലും പേട്ടുണ്ടാവില്ല. ഒരു കായ പോലും കേടുണ്ടാവില്ല. പേട്ടുണ്ടാവാറുണ്ട് സാധാരണ. ലോക്കൽ വാങ്ങിച്ചു വെക്കുമ്പോ മൊത്തം പേട്ടാവാറുണ്ട്. പൊട്ടിച്ചു വെക്കുമ്പോ ഒന്നും കാണില്ല. അങ്ങനെയൊന്നല്ല. നല്ല അടിപൊളി ക്വാളിറ്റി തൈകളാട്ടോ ഇവിടെ ഉള്ള ഫുലോസാന്റെ. ഇനി അടുത്തത് നമുക്ക് ഗോൾഡൻ ബാമ്പു എന്ന് പറഞ്ഞ ഇനം വരുന്നത്. ഗോൾഡൻ ബാമ്പു ഷോയ്ക്കൊക്കെ വെക്കുന്ന, ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ അതൊക്കെ പറ്റുന്നതാണ്. ഗോൾഡൻ ബാമ്പു ഉണ്ടോ? ഇതിന് പുറത്താണെങ്കിൽ ഒരു 1000 രൂപ ആ റേഞ്ചൊക്കെ വരും. നമ്മളിവിടെ 200 രൂപ. 200 രൂപയ്ക്കാട്ടോ ഇവിടെ കൊടുക്കുന്നത്. 200 രൂപയ്ക്ക് ഗോൾഡൻ ബാമ്പുവിന്റെ തൈകൾ ഇവിടെ ഉണ്ട്. ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് വെക്കാൻ പറ്റിയ തൈകളാണ്. ഇത് കുരുമുളക് അല്ലേ? പെപ്പർ. ഇത് മറ്റേ കുറ്റിക്കുരുമുളക്. കുറ്റിക്കുരുമുളക് കണ്ടോ? അത് കുരുമുളക്
ഞാൻ കുറ്റിക്കുരുമുളകാണോ അല്ല മൊത്തം കുറ്റിക്കുരുമുളക്. ഇത് റേറ്റ് എത്ര? റേറ്റ് 60 രൂപ. 60 രൂപ. 50 രൂപ നമുക്ക് കൊടുക്കാം. 50 രൂപ കൊടുക്കും. പുറത്തൊക്കെ ഇതിനൊക്കെ 100-150 രൂപയ്ക്കാണ് കാരണം ഞാൻ പല നഴ്സറികളിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 50 രൂപ 60 രൂപയ്ക്കൊക്കെയാണ് നമുക്ക് കൊടുക്കുന്നത്. പിന്നെ തായ്ലൻഡ് ഓൾ സീസൺ എന്ന് പറഞ്ഞ മാവ് തായ്ലാന്റ് ഓൾ സീസൺ മാവിന്റെ ബഡ് തൈകളല്ലേ? ബഡാണ്. ബഡ് തൈകളാട്ടോ എവിടെ ഇരിക്കുന്നത്. ഇത് നീളം ടൈപ്പാണ്. മറ്റേ ലോക്കലൊക്കെ കൊടുക്കുന്നത് ഉണ്ട ടൈപ്പാണ്. പറ്റിക്കാറാണ് പതിവ്. പക്ഷെ ഇത് നമ്മള് പക്ക കഴിക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ഒറിജിനൽ സാധനമാണ് ഇത് ട്ടോ. തായ്ലാന്റ് ഓൾ സീസൺ മാവാണ് കേട്ടോ. അത് ഇത്ര റേറ്റ് 200 രൂപ കേട്ടോ. ഒരു ഏജ് വെച്ചിട്ടുണ്ട് 200 രൂപയാണ് അതിന്റെ റേറ്റ് പറഞ്ഞത്. ഇത് എന്ത് മാവാണ്? ഇത് നാസി പസന്ത് പറഞ്ഞ സാധനമാണ്. നാസ് പസന്ത് എന്ന് പറഞ്ഞിട്ടൊരു മാവാട്ടെ. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രത്യേകത നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ആര് കുറവായിരിക്കും, നല്ല ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റി മാവാണ്. അത്യാവശ്യം ഒരു 1/2 കിലോ ആ റേറ്റ് ഒക്കെ വരും. ആ റേഞ്ച് വരും. 1/2 കിലോ ഒരു മാങ്ങ 1/2 കിലോ വരുന്നതാണ്. അപ്പൊ അതുണ്ട് കേട്ടോ അവിടെ. അതിന്റെ റേറ്റ് 200-150 രൂപ കൊടുക്കാം. 200-150 രൂപയൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് തരും. നിങ്ങൾ വന്ന് നമ്മള് വരിക കാണുക, ഒന്ന് വന്ന് കണ്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. പിന്നെ അവിടെ കവുങ്ങിന്റെ അതായത് അടയ്ക്കാമരത്തിന്റെ അല്ലേ? കാസർഗോഡ് എന്നാണ് അടയ്ക്കാമരത്തിന്റെ കുഞ്ഞ തൈകളാട്ടോ ഇവിടെ ഇരിക്കുന്നത്. ബൾക്കായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് തൈകള്. ഇതിന്റെ ഒക്കെ റേറ്റ് എത്ര വരുന്നത്? ഇതിന്റെ റേറ്റ് 20 രൂപയുള്ളൂ. 20 രൂപ കേട്ടോ. ബൾക്കായിട്ട് എടുത്തിട്ട് പോകാം. നിങ്ങള് വേറെ നഴ്സറികളിൽ പോയി 10-40-50 രൂപ കൊടുത്ത് വാങ്ങാനും ഇവിടെ 20 രൂപയ്ക്ക് നിങ്ങൾക്ക് എത്ര വേണേലും ഉണ്ടാവും. ഇതിപ്പോ ഇവിടെ തീർന്നാലും ഇവർ നിങ്ങൾക്ക് ഇറക്കി തരും. എത്ര വേണേലും നിങ്ങൾക്ക് ഈ സാധനം അവരിവിടെ ഇറക്കി തരും. ഇവർ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഗോവിന്ദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിന്റെ കുറച്ച് ഇതാണ് ഇവിടെ വിൽക്കാൻ വേണ്ടി കുറച്ച് ഇവിടെ വെള്ളം ഈ ബോർവെൽ ആയതുകൊണ്ട് വെള്ളം ഈ ചെടികൾക്ക് പറ്റുന്നില്ല. സ്റ്റോക്ക് ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങള് കൂടുതൽ കേറി പോകുന്ന ആയതുകൊണ്ട് അവിടെ തന്നെ കയറ്റി. പിന്നെ ബൾക്ക് പറഞ്ഞെങ്കിൽ നിങ്ങൾ കൊടുക്കും, കൊണ്ടേ കൊടുക്കും. ഗുജറാത്തിലേക്കൊക്കെ വിടുന്ന 4500 തെങ്ങാണ്. 26 ടണ്ണിന്റെ വണ്ടിയാണ്. 16 വീലുള്ള ലോഡായിട്ടാണ് കൊടുക്കുന്നത്. അത് എല്ലാ ആഴ്ചയിലും പോകും. ലോഡ് കയറ്റി ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഡ്രൈവർക്ക് കൊടുക്കുമ്പോൾ ഡ്രൈവർ വിളിച്ച് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണവും കാര്യമൊക്കെ ഓക്കെയാന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു പൈസ അതാണ് സെറ്റപ്പ്. ഇതെന്താണ്? ഇത് ബ്ലാക്ക് സുനിനാം ചെറി എന്ന് പറഞ്ഞ സാധനം. ചെറിയാണ്. ചെറി ഇത് എങ്ങനെയുണ്ട്? ഇതിന്റെ ഇത് ഹൈബ്രിഡ് ആണ്. ഒരു നമ്മുടെ ഒരു സ്റ്റാർ ഫ്രൂട്ട് ആ ഒരു ലുക്കില് ഉണ്ടമുളകില്ലേ ആ ലുക്കിലാണ് വരുന്നത്. ബ്ലാക്ക് ആണ്. ബ്ലാക്ക് സുനിനാം ചെറി എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിന്റെ റെഡും ഉണ്ട്, പുള്ളിയുള്ളതാണ്. ഇത് മധുരം സ്വീറ്റ് ആണ്. ഇതിന് നമ്മള് 300 രൂപ. പുറത്താണെങ്കിൽ ഇത് 2.5 കൊല്ലം കൊണ്ട് കായ്ക്കും. ഇതിപ്പോ അത്യാവശ്യം വലുതായ ഒരു തൈയാണ്. അപ്പൊ 300 രൂപ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. 300 രൂപയാണ് ഇതിന്റെ റേറ്റ്. പുറത്തൊക്കെ വരുമ്പോ ഒരു 700, 800, 600 ആ റേറ്റ് ഒക്കെ വരും. പിന്നെ ഇവിടെ ഇത് തെങ്ങാണ് മൊത്തം. ഇതൊക്കെ ഏത് വെറൈറ്റി തെങ്ങാണ്? ഇത് മൊത്തം നമ്മളാ നേരത്തെ പറഞ്ഞ മലേഷ്യൻ ഗ്രീൻ ഡാർഫിന്റെ തെങ്ങുകളാട്ടോ. ഇവിടെ നേരത്തെ നമ്മള് കണ്ടതിന്റെ വേറെ തെങ്ങാണ്. അപ്പൊ തെങ്ങുകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. തെങ്ങുകളുടെ മെയിൻ തെങ്ങാണ്. പിന്നെ ഇതും ഇങ്ങനത്തെ ഇതുകളുണ്ട്. ഇത് അരിക്കൽ ഫാം എന്ന് പറഞ്ഞ സാധനം. ഇതൊക്കെ നമുക്ക് ബൾക്ക് തരാം. നടാൻ താല്പര്യം അങ്ങനെ ഈ വീട് പുതിയ ഈ റിസോർട്ട് ഇതിനൊക്കെ ആണെങ്കിൽ സെറ്റപ്പിനാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ആണ്. പിന്നെ 1-2 വേണ്ടവർക്ക് കൊടുക്കും. ബൾക്ക് വേണ്ടവർക്ക് വരിക, ഇവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവര് നല്ല ഓഫർ റേറ്റിന് നിങ്ങൾക്ക് സാധനങ്ങൾ തരും. ബൾക്കായിട്ട് ഇറക്കി തരും. ഇതെന്താണ് ബ്രോ? അത് ഇതാണ് വലിയ മറ്റേ ലെമൺ ഉണ്ട്. വലുതാണ്. വലിയ മിനിയേച്ചർ ടൈപ്പാണ്. പ്ലാന്റ് മിനിയേച്ചർ ആയിരിക്കും. പക്ഷെ ലെമൺ വലുതായിരിക്കും. പൂവാണ്. കായപ്പത് നമുക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. പൂവാണ് അങ്ങനെ ഇരിക്കുന്നത്. അത് കൊല കുത്തിയേ ഉണ്ടാവുള്ളൂ. അതിന് നമുക്ക് 250 രൂപ. വലിയ ലെമൺ ആണ്. ഇവിടെ മിക്കതും കൊടുക്കുന്നത് എല്ലാം കായ്ച്ചതും അല്ലെങ്കിൽ കായ് ഉണ്ടായതൊക്കെയാണ് കൊടുക്കുന്നത്. അല്ലാണ്ട് ചുമ്മാ ഇത്ര വർഷം കൊണ്ട് കായ്ക്കുന്ന ആൾക്കാർ കൊടുക്കുന്നില്ല. ഗ്യാരണ്ടി ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് എടുത്തിട്ട് പോവാന്നുള്ള ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവിടെ കുറെ പ്ലാന്റുകൾ ഇരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഡിസ്പ്ലേ ആണ്. മോശമായിരിക്കും കുറച്ച്. അത്
പേരിന് മാത്രം ഇതൊക്കെ ജസ്റ്റ് പേരിന് വെച്ച ഡിസ്പ്ലേ ഇതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുതരും തരും. ഇപ്പൊ അവർ പറയണ ഇത് ഒരു 50 എണ്ണം വേണം, ഇത് 100 എണ്ണം വേണം, 1000 എണ്ണം വേണം എന്നുള്ള നമുക്ക് കൊടുക്കാം, ഇറക്കി തരും. അതിന് അവർക്ക് പ്രശ്നമൊന്നുമില്ല, അതൊക്കെ അവർ ഇറക്കി തരും. ഇനിയിപ്പോ എന്തെങ്കിലും വെറൈറ്റി ഉണ്ട്. നമുക്ക് ഊത് എന്ന് പറഞ്ഞ ഞാനുണ്ട്. ഊത് 2 തൊട്ട് 3 തൊട്ടൊക്കെ ആയ ബെഡ് ജാതി 500 രൂപയുണ്ട്. ഇവിടെ ഉണ്ടോ ജാതി? ജാതി ഉണ്ട്. ജാതിന്റെ ഞാൻ പറയാം. ഈ വെള്ളത്തിന്റെ പ്രശ്നം കാരണം അധികം സ്റ്റോക്ക് ഇവിടെ സ്റ്റോക്ക് അധികം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫോൺ നമ്പർ എന്തായാലും ഇവരുടെ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് നിങ്ങൾക്ക് കൊണ്ടുതരും കേട്ടോ. അതേ ജാതി, ഇത് ബഡാണ് ജാതിയാണ്. പുല്ലന്റെ വലിയ കായ, വലിയ പത്തിരി കടകൾ കണ്ടോ, അത്യാവശ്യം നല്ല കരുത്തുള്ള കടകളുള്ള ഇത് കണ്ടോ. ഇതിന്റെയൊക്കെ ഇത് ബഡ് തിരിയാറായത് കേട്ടോ. ബഡ് ഇത് ബഡ് ചെയ്ത തൈയാണല്ലോ. ബഡ് ചെയ്തതായി 2 തട്ടായി തുടങ്ങിയത്. 2 തട്ടിനാണെങ്കിൽ 700-800 രൂപ വരും. ഇവിടെ എത്ര റേറ്റ് പറഞ്ഞത്? 2 തട്ട് നമുക്ക് 2 തട്ട് വരാറായതിന് 500 രൂപ. 500 രൂപ കേട്ടോ. അതേ ബഡ് ജാതികളുണ്ട് ഇവിടെ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഫോൺ നമ്പർ ഞാൻ കൊടുക്കും. അവർക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരത് നിങ്ങൾക്ക് ഇറക്കി തരും. എത്ര നിങ്ങൾക്ക് തൈ വേണമെങ്കിലും ഇവരിതിനെ ഇറക്കി തരും. ഇനി അടുത്തത് എന്തെങ്കിലും നമുക്കിപ്പോ സ്റ്റോക്ക് തീർന്നിരിക്കാൻ മൊത്തം ബൾക്ക് കയറ്റി വിട്ട് രാവിലെ തന്നെ മൊത്തം. അത് ചാമ്പകളാണോ? അത് ചാമ്പ, തായ്ലാൻഡ് ചാമ്പയാണോ? തായ്ലൻഡ് ചാമ്പ, അതായത് ബാലിച്ചാമ്പ പറയും. ചാമ്പയില കിടക്കാം, അതിൽ പോവാം. ചാമ്പയിലെ രാഞ്ചാവ് എന്ന് പറയും. ചാമ്പകള് ബാലി ചാമ്പകളാട്ടോ. ഇത് ബാലി ചാമ്പകൾ ഉണ്ട്. നല്ല മധുരമാണ്, റെഡാണ്. ഇത് എത്ര റേറ്റ് തന്നെ? ഇതിന് 150 രൂപ. 150 രൂപ. ബാലിച്ചാമ്പ ചാമ്പ ഉണ്ട് ഇവിടെ. 150 രൂപ റേറ്റ് പറഞ്ഞ. പിന്നെ പേരമരങ്ങള്, ഇത് ഏത് ടൈപ്പ് പേരാണ്? ഇത് കിലോ പേര എന്ന് പറയും. കിലോ പേര. ഇതിന് നമുക്ക് 100 രൂപയ്ക്ക് കൊടുക്കാം. 100 രൂപയ്ക്ക് കിലോ പേര കേട്ടോ. പേരൊക്കെ പേരക്കൊക്കെ ഇഷ്ടമുള്ളവർക്ക് കിലോ പേര എന്ന് പറഞ്ഞിട്ടൊരു പേരയുണ്ട് ഇവിടെ. അത് അത്യാവശ്യം അഫോർഡബിൾ റേറ്റ് 100 രൂപയ്ക്കാണ് നിങ്ങൾ കൊടുക്കണം കേട്ടോ. അതെന്ത് പ്ലാന്റ് ആണ്? ഇത് ലിപ്പോട്ട് എന്ന് പറഞ്ഞ ഇനാണ്. പേര തന്നെയാണോ? ഇത് പേരല്ല, ഇത് നമ്മുടെ ഞാവല് പഴം പോലെ. ഞാവൽപ്പഴത്തിന്റെ ഒരു വേറെ വെറൈറ്റി. ലിപ്പോട്ട് എന്നാണ് അതിന്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. ലിപ്പോട്ട് എന്ന് പറഞ്ഞാൽ നല്ല എല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഇത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കൊല കുത്തി ഉണ്ടാവും. നഴ്സറികളിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിക്കണം. ഇത് കൊല കുത്തി ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഇത് 1000-2000 സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്. നമ്മുടെ അവിടെയാണ് അടുത്ത ഫാമിൽ. വേറെ ഫാമും കൂടെ എവിടെയാണ്? വേറൊരു ഫാം ഉള്ളത് നമ്മുടെ ഗോവിന്ദാപുരം. ഇവിടെ കേരളത്തിലല്ലേ വേറെ? കേരളത്തില് വേറെ മുതലമട. ഓക്കെ. അവർക്ക് കേരളത്തിൽ ഗോവിന്ദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് അവിടെ നേരിട്ട് പോയാലും കിട്ടും. അവിടെ ചെന്നാലും നിങ്ങൾക്ക് കിട്ടും. അവിടെ അടുത്തുള്ളവരാണെങ്കിൽ അവിടെ ചെന്നാലും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിന്റെ ഇഷ്ടം പോലെ സ്റ്റോക്കുകൾ ഗോവിന്ദാപുരത്ത് ഉണ്ട്. എയർ ഗ്രാഫ്റ്റ് ആണ്, സീഡ്ലിംഗ് അല്ല. എയർ ഗ്രാഫ്റ്റ്. അപ്പൊ ഇത് 1 കൊല്ലം 1.5 കൊല്ലം കൊണ്ട് കായ്ക്കും. ഇതിന്റെ റേറ്റ് എത്ര? ഇതിന്റെ റേറ്റ് 500 ഉള്ളൂ. 500 ഇതിന് 2 രൂപ വരും. 2000 രൂപ വരും പുറത്താണെങ്കിൽ. ഇവിടെ 500 രൂപയ്ക്കാണ് നിങ്ങൾ. സീഡ്ലിംഗ് ആണ് പുറത്തുള്ളവർ കൊടുക്കുന്നത്. ഇത് കായ മദർ പ്ലാന്റ് എടുക്കുന്നതാണ്. മദർ പ്ലാന്റ് ഡയറക്റ്റ് എടുക്കുന്നതാട്ടോ. ഇത് പുറത്തൊക്കെ 2000 രൂപ വില വരുന്ന തൈയാണ്. ഇവിടെ വെറും 500 രൂപയ്ക്കാണ് അവരത് കൊടുക്കണത്. ഓക്കെ. അങ്ങനെ പിന്നെ അത്രയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ തെങ്ങുണ്ട്, ജാതി ഉണ്ട്, പിന്നെ അത്യാവശ്യം ചെടികളുണ്ട്, റംബൂട്ടാനുണ്ട്, കുറേ വെറൈറ്റി. അത് ഒന്ന് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം. നമുക്ക് വരുന്നത് നൈപുണ്യ ഇവിടുന്ന് അങ്കമാലിന്ന് വരികയാണെങ്കിൽ നമുക്ക് നൈപുണ്യ സ്കൂളിൽ അവിടുന്ന് സർവീസ് റോഡ് കയറി ഇങ്ങോട്ട് കയറി വരാം. പിന്നെ ചാലക്കുടിയിൽ നിന്ന് വരികയാണെങ്കിൽ നേരെ അപ്പോളോ ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സർവീസ് റോഡ് വരണം. ഹൈവേ തന്നെയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ എറണാകുളം ബോർഡർ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരാണ് പൊങ്ങം. ആ പൊങ്ങത്ത് നൈപുണ്യ എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ട്. ചാലക്കുടി ആ ഒരു തൃശ്ശൂർ ആ സ്ഥലത്ത് നിന്ന് വരുന്നവര് നൈപുണ്യ കോളേജ് കഴിഞ്ഞ് സർവീസ് റോഡ് എടുക്കുക. അവിടെ ഗ്രേസ് ഗാർഡന്റെ ബോർഡ് ഉണ്ടാവും. അതല്ലെങ്കിൽ അങ്കമാലി എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്നവര് അഡ്ലക്സിന്റെ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോ ഇവിടുന്ന് മറ്റേ യൂട്ടേൺ എടുത്ത് പൊങ്ങം അവിടെ പമ്പുണ്ട്. പമ്പിന്റെ അവിടെ ഇന്ത്യയിലെ പമ്പുണ്ട്. ആ പമ്പ് യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ നൈപുണ്യ കോളേജിന്റെ മുന്നിലെത്താം. അവിടെ നിന്ന് ഇവിടെ നിങ്ങൾക്ക് ഈ ബോർഡ് കാണാൻ പറ്റും. അപ്പൊ മറ്റേ ഈ കാര്യം മറക്കണ്ട. ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് ഒരു തെങ്ങ് ഇവര് ഫ്രീ ആയിട്ട് കൊടുക്കും. 400 രൂപയുടെ തെങ്ങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാവരും മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യുക. അവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക്
തെങ്ങും കവുങ്ങൊക്കെ വെക്കണമെങ്കിൽ ഇതേ ഇവിടേക്ക് വരാം. ഇവിടെ ബൾക്കായിട്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടാ വളരെയധികം നന്ദി ഇങ്ങനത്തെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചാലും. അപ്പോൾ ആ ചേട്ടാ വളരെയധികം ചേട്ടൻ മഞ്ഞുണ്ട്. അപ്പോൾ ചേട്ടൻ വരട്ടെ. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് ചേട്ടാ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇവിടെ സമ്മതിച്ചതിന്. അപ്പോൾ എന്തായാലും ഇവരുടെ അതെ, അപ്പോൾ അത് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഇവിടെ ഇവര് കുട്ടികൾക്ക് പഠിക്കാനായിട്ടാണ് ഇവരെ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി നിങ്ങൾ മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇവരുടെ ഫോൺ നമ്പറും ലൊക്കേഷനും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.